അതെ ഒരു 50 ഷീറ്റിന്റെ ഓർഡറും കൂടി നമുക്കുണ്ട്. അപ്പൊ അതും കൂടി കരിയോല് ചെയ്യണം നോക്ക് കേട്ടോ. വണ്ടി ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഓക്കെ എടാ മനാഫേ, സമയം ഇപ്പൊ 5 മണിയൊക്കെ ആയില്ലേ? എടാ മഴയൊക്കെ വരുന്നുണ്ട്. ഈ മണങ്ങി പോയിക്കോ, എല്ലാരും പോയല്ലോ. വേണമെങ്കിൽ പോയിക്കോട്ടോ. ഈ 2 സീറ്റും കൂടി കഴിഞ്ഞിട്ടേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാക്കാ, ഞാൻ പോയാലോ പണി കഴിഞ്ഞു. ആയിക്കോട്ടെ, നിനക്ക് പോലെ. ഒന്ന് വെച്ചോ. കാക്കാ ആയിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ. നാളെ മുതൽ ഞാൻ ഉണ്ടാവില്ല. അഞ്ചടാ, നാളെ മുതൽ ഞാൻ ഉണ്ടാവില്ല കാക്ക. പിന്നെ അതായത് ഇതിപ്പോ 1000 രൂപയുള്ളൂ. കാരണം ഈ കടയിൽ ഞാൻ കുറേ നിങ്ങളെ കീഴിൽ പണിയെടുക്കും. കുറേ പണിക്കാരും ഇവിടെ ഉണ്ട്. ഓലൊക്കെ നേരത്തെ 3-3:30 ആകുമ്പോൾ പോകുന്നുണ്ട്. ഞാൻ ഓലെല്ലാവരും മുന്നേ വരുന്നുണ്ട്. ഓലൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ പോകണത്. ഞാൻ ഓലൊക്കെ എടുക്കാത്ത കുറേ പണി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അവിടെ ഓൽക്കൊക്കെ 1200, 1300. എനിക്കിപ്പോഴും നിങ്ങൾ കുറേ ആയിട്ട് തരുന്ന 1000. അങ്ങനെ പോയി നടക്കില്ല. ഞാൻ വരില്ല. നിങ്ങളാണെങ്കിൽ കണ്ടറിഞ്ഞ് തരുന്നില്ല. ഞാൻ തരും വിചാരിച്ചാൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. നിങ്ങളെന്നും എനിക്ക് ഒരു 1000 രൂപ തരുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ പണിക്ക് പോവാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ പോട്ടെ. നിക്കടാ. അനാഫേ, ഇത് ഞാനേ എൻ്റെ പേരിൽ ഇവിടെ സൊസൈറ്റിയിൽ ചിട്ടി തുടങ്ങി. എല്ലാവർക്കും കൊടുക്കുന്നതിലേറെ കൂടുതൽ എനിക്ക് ശമ്പളം ഞാൻ തരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. 1300 രൂപ എനിക്ക് കൂടുതൽ ശമ്പളം ഞാൻ തരുന്നുണ്ട്. പക്ഷെ അതിന് കുറേശ്ശെ പിടിച്ച് വെച്ചിട്ട് ഞാനിവിടെ ബാങ്കിലൊരു അക്കൗണ്ടിൽ ഇട്ടതാണ്. ഇത് എനിക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു 2.5 ലക്ഷം രൂപ ഉണ്ട്. ഏതായാലും ഈ കഴിച്ചിലായി. ഇതെന്തെങ്കിലും എനിക്ക് ഒരു ഉപകാരത്തിൽപ്പെടുത്തും കേട്ടോ. മനാഫേ, ഇത് എൻ്റെ പൈസ ഒന്നും നമ്മൾ പിടിച്ചിട്ട് ഒന്നും എനിക്ക് നേടാനില്ല. എൻ്റെ ഒരു 200-300 ഞാൻ എനിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കണ്ടിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഇവിടെ നിൽക്കേ പോവേ. എനിക്ക് എന്താ എനിക്ക് വേണ്ട പോലെ ചെയ്യാം. ഓക്കെ. കാക്കാ, ഈ ബുക്ക് നിങ്ങൾ തന്നെ വെച്ചോളി. പിന്നെ എൻ്റെ ഒരു ഇടങ്ങാരോട് പറഞ്ഞേന്. പക്ഷെ എനിക്ക് സത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ. നിങ്ങൾ തന്നെ വെച്ചോളി. ഞാൻ ഇവിടെ നാളെ മുതൽ ഞാൻ എന്നും പണിക്ക് വരും.